ഹലോ നമസ്കാരം. കേരളത്തിൽ നിന്നും വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. പെട്ടെന്നൊന്ന് വേളാങ്കണ്ണി പള്ളിയിൽ പോയി മാതാവിനെ കണ്ട് വന്നാലോ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായൊരു ട്രെയിനിനെ പറ്റിയുള്ള വീഡിയോ ആണിത്. വേളാങ്കണ്ണിയിൽ സീസൺ ടൈം അല്ലാത്ത സമയങ്ങളിൽ ടിക്കറ്റ് ലഭിക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്തതും എപ്പോഴും സീറ്റ് ഒഴിവുള്ളതുമായ ഒരു ട്രെയിൻ സർവീസാണിത്. ഇട ദിവസങ്ങളിലാണ് കൂടുതലും ഈ ട്രെയിനിൽ സീറ്റ് ഉണ്ടാവുക. ട്രെയിൻ ടിക്കറ്റ് ചാർജ്, ഏതൊക്കെ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തും, എത്തുന്ന സമയം എല്ലാം വളരെ വ്യക്തമായി കൃത്യമായി തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് കേട്ട് മനസ്സിലാക്കണം. ട്രെയിൻ നമ്പർ 16188, ട്രെയിൻ നമ്പർ 16188, ട്രെയിൻ നമ്പർ 16188, ട്രെയിൻ നമ്പർ 16188. എറണാകുളം ജംഗ്ഷൻ കാരക്കൽ എക്സ്പ്രസ് അഥവാ ടീ ഗാർഡൻ എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തമിഴ്നാട്ടിലെ കാരക്കൽ എന്ന സ്ഥലം വരെ പോകുന്ന ട്രെയിനാണിത്. കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും രാത്രി സർവീസുള്ള ട്രെയിനാണിത്. ആഴ്ചയിൽ എല്ലാ ദിവസവും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 10:25 പുറപ്പെട്ട് പിറ്റേ ദിവസം 11:45 കാരക്കൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനാണിത്. കാരക്കൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് ഒരു സ്റ്റേഷന് മുമ്പായി സ്ഥിതി ചെയ്യുന്ന നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മാത്രമേ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം കാലത്ത് 10:33 ഈ ട്രെയിൻ നാഗപട്ടണത്ത് എത്തിച്ചേരുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ട്രെയിനിൽ കേരളത്തിൽ നിന്നും കയറിയാൽ ഒരിക്കലും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ ഡയറക്റ്റ് പോകാൻ സാധിക്കില്ല. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷമാണ് പോകേണ്ടത്. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ട്രെയിൻ നമ്പർ 16188, എറണാകുളം ജംഗ്ഷൻ കാരക്കൽ എക്സ്പ്രസ് അഥവാ ടീ ഗാർഡൻ എക്സ്പ്രസ്. ഈ ട്രെയിൻ പോകുന്നത് എറണാകുളത്തു നിന്നും യാത്ര ആരംഭിച്ച് കേരളത്തിൻ്റെ വടക്കോട്ട് ഇടപ്പള്ളി, ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ്, തിരുച്ചിറപ്പള്ളി, നാഗപട്ടണം വഴി അവസാനം കാരക്കലാണ് ഇത് എത്തിച്ചേരുന്നത്. ഇനി നമുക്ക് ഈ ട്രെയിൻ കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനുകളും സമയക്രമവും ഒന്ന് പരിശോധിക്കാം. എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10:25 രാത്രി പുറപ്പെടുന്ന ട്രെയിൻ എറണാകുളം നോർത്തിൽ 10:34, ഇടപ്പള്ളിയിൽ 10:46, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ 11:03, അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ 11:14, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 11:26, ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 11:34, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 12:12, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 1:13, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് 1:37, കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് 3:12, തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 3:58, ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 4:50, കൊടുമുടി റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് 5:34, പുഗലൂർ റെയിൽവേ സ്റ്റേഷനിൽ 5:49, കാരൂർ റെയിൽവേ സ്റ്റേഷനിൽ 6:18, കുലിത്തലൈ റെയിൽവേ സ്റ്റേഷനിൽ 6:54, തിരുച്ചിറപ്പള്ളി ഫോർട്ടിൽ 7:50, തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 8:05, ബൂഡല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 8:47, തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:05, നീടാമംഗലം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:29, തിരുവാരൂർ റെയിൽവേ സ്റ്റേഷനിൽ 9:58, നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 10:33, നാഗൂർ റെയിൽവേ സ്റ്റേഷനിൽ 10:48, കാരക്കൽ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 11:45 എത്തിച്ചേർന്ന് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നു. നിലവിൽ ഇത്രയും സ്റ്റേഷനുകളിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഈ ട്രെയിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകുവാൻ എറണാകുളം സൗത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ ട്രെയിനിൽ കയറി നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. ഇറങ്ങിയ ശേഷം അവിടെ നിന്നും ഓട്ടോയിലോ കാറിലോ ഗവൺമെൻറ് ബസ്സിലോ ട്രെയിനിലോ മിനി ബസ്സിലോ ഓരോരുത്തർക്കും സൗകര്യപ്രദമായ രീതിയിൽ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകാനുള്ള സൗകര്യം അവിടെ ലഭ്യമാണ്. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനും വേളാങ്കണ്ണി പള്ളിയും തമ്മിലുള്ള ദൂരം ഏകദേശം 13 കിലോമീറ്ററാണ്. വേളാങ്കണ്ണിയിലേക്ക് ഓട്ടോ ചാർജ് വരുന്നത്
300-350 രൂപയോളമാണ്. തമിഴ്നാട് ഗവൺമെൻറ്റിന് ബസ്സിന് ചാർജ് വരുന്നത് 15 രൂപയാണ്. മിനി ബസ്സിനാണെങ്കിൽ ഒരാൾക്ക് 50 രൂപയോളമാണ് ചാർജ് വരുന്നത്. കാറിനാണ് പോകുന്നതെങ്കിൽ 500 രൂപയോളം ചാർജ് വരും. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വേളാങ്കണ്ണിയിലേക്ക് നാഗപട്ടണത്ത് നിന്നും ഡെമു ട്രെയിന് പോയാൽ മതി. അതിനായി ചെയ്യേണ്ടത് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഉടനെ തന്നെ അവിടെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് പോകാൻ പോകുന്ന ഡെമു ട്രെയിനിൻ്റെ ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഫോണിൽ റെയിൽ വൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നാഗപട്ടണം ടു വേളാങ്കണ്ണി അൺറിസർവ്ഡ് ടിക്കറ്റ് 10 രൂപയുടെ ഓർഡിനറി ടിക്കറ്റ് എടുത്താലും മതി. 15 മിനിറ്റിനുള്ളിൽ വേളാങ്കണ്ണിക്ക് പോകുന്ന ഡെമു ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലോ 3-ലോ എത്തിച്ചേരുന്നതാണ്. ട്രെയിനിൽ കയറി 15 മിനിറ്റിനുള്ളിൽ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. നാഗപട്ടണത്തു നിന്നും വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ഈ ഡെമു ട്രെയിൻ സർവീസ് ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, വേളാങ്കണ്ണിക്ക് പോകുവാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കയറേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ കോഡുകൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. എറണാകുളം ജംഗ്ഷൻ ERS എന്നും നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ NGT എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് കാരക്കൽ എക്സ്പ്രസ് ട്രെയിനിൻ്റെ ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം. എറണാകുളത്ത് നിന്നും നാഗപട്ടണം വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് 200 രൂപയാണ്. സ്ലീപ്പർ ടിക്കറ്റ് 355 രൂപയും തേർഡ് AC ടിക്കറ്റ് 935 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1315 രൂപയുമാണ്. എറണാകുളം നോർത്തിൽ നിന്നും നാഗപട്ടണത്തേക്ക് ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് 200 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 355 രൂപയും തേർഡ് AC ടിക്കറ്റ് 935 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1315 രൂപയുമാണ്. ഇടപ്പള്ളിയിൽ നിന്നും നാഗപട്ടണത്തേക്ക് ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് 200 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 345 രൂപയും തേർഡ് AC ടിക്കറ്റ് 920 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1300 രൂപയുമാണ്. ആലുവയിൽ നിന്നും ജനറൽ ടിക്കറ്റ് 195 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 345 രൂപയും തേർഡ് AC ടിക്കറ്റ് 910 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1285 രൂപയുമാണ്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാഗപട്ടണത്തേക്ക് ജനറൽ ടിക്കറ്റ് 195 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 340 രൂപയും തേർഡ് AC ടിക്കറ്റ് 900 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1270 രൂപയുമാണ്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാഗപട്ടണത്തേക്ക് ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് 190 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 335 രൂപയും തേർഡ് AC ടിക്കറ്റ് 890 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1255 രൂപയുമാണ്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാഗപട്ടണത്തേക്ക് ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് 185 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 330 രൂപയും തേർഡ് AC ടിക്കറ്റ് 880 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1240 രൂപയുമാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജനറൽ ടിക്കറ്റ് 180 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 325 രൂപയും തേർഡ് AC ടിക്കറ്റ് 855 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1210 രൂപയുമാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാഗപട്ടണം സ്റ്റേഷൻ വരെ ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് 165 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 290 രൂപയും തേർഡ് AC ടിക്കറ്റ് 760 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1070 രൂപയുമാണ്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാഗപട്ടണം വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് 155 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 275 രൂപയും തേർഡ് AC ടിക്കറ്റ് 725 രൂപയും സെക്കൻഡ് AC ടിക്കറ്റ് 1020 രൂപയുമാണ്. ഇങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ള ടിക്കറ്റ് ചാർജ് വരിക. ഇനി നമുക്ക് ഈ ടീ ഗാർഡൻ എക്സ്പ്രസ് ട്രെയിനിൻ്റെ നാട്ടിലേക്കുള്ള മടക്കയാത്ര എങ്ങനെയെന്ന് നോക്കാം. കാലത്ത് 11:45 കാരക്കലിൽ എത്തിച്ചേരുന്ന ഈ ട്രെയിൻ എല്ലാ ദിവസവും വൈകുന്നേരം 4:30 കാരക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മടക്കയാത്ര പുറപ്പെട്ട് 5:03 ആവുമ്പോൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്നും കേരളത്തിലേക്ക് തുടർന്നുള്ള യാത്ര തിരിക്കുന്നു. ഈ ട്രെയിൻ 16187 ട്രെയിൻ നമ്പർ 16187 എന്ന നമ്പറിൽ സർവീസ് നടത്തുന്ന കാരക്കൽ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് ടീ ഗാർഡൻ എക്സ്പ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 16187 നമ്പർ കാരക്കൽ എറണാകുളം ജംഗ്ഷൻ ടീ ഗാർഡൻ എക്സ്പ്രസ് കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷനുകളും സമയക്രമവും നമുക്ക് നോക്കാം. നാഗപട്ടണത്തു നിന്നും
വൈകുന്നേരം 5:05 പുറപ്പെടുന്ന ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ അതിരാവിലെ 2:57 ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 3:25 വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ 4:03 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ 4:23 ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ 4:47 ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ 4:55 അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ 5:13 ആലുവ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 5:26 ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 5:44 എറണാകുളം ടൗൺ അഥവാ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 5:58 എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 6:45 എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് 16187 കാരയ്ക്കൽ എറണാകുളം ജംഗ്ഷൻ ടീ ഗാർഡൻ എക്സ്പ്രസ്സിൽ കയറുവാൻ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് വേളാങ്കണ്ണിയിൽ നിന്നും എങ്ങനെ വരാൻ സാധിക്കുമെന്ന് നോക്കാം. ഇതിനായി വേളാങ്കണ്ണിയിൽ നിന്നും നാഗപട്ടണത്തേക്ക് എത്തിച്ചേരുന്ന ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസുള്ള ഡെമു ട്രെയിൻ സർവീസ് അഥവാ കണക്ഷൻ ട്രെയിൻ നമ്മെ സഹായിക്കും. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം 4:40 നാഗപട്ടണത്തേക്ക് പുറപ്പെടുന്ന ഡെമു ട്രെയിൻ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷമാണ് ട്രെയിൻ നമ്പർ 16187 കാരയ്ക്കൽ എറണാകുളം ടീ ഗാർഡൻ എക്സ്പ്രസ് അവിടെ വന്നു ചേരുന്നത്. ഇത് വേളാങ്കണ്ണിയിൽ നിന്നും ഡെമു ട്രെയിൻ മാർഗം കൂടുതൽ തീർത്ഥാടകർക്ക് എളുപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചെലവിൽ നാഗപട്ടണത്തേക്ക് എത്തിച്ചേരാനും ടീ ഗാർഡൻ എക്സ്പ്രസ്സിലേക്ക് കയറുവാനും വളരെ സഹായകരമാണ്. കേരളത്തിലേക്ക് വരുന്ന കാരയ്ക്കൽ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് ട്രെയിനിൻ്റെ കണക്റ്റിംഗ് ട്രെയിൻ സർവീസാണ് ഈ ഡെമു ട്രെയിൻ. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡെമുവിന് ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതുകൂടാതെ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൽ നിന്നും നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുവാൻ തമിഴ്നാട് ഗവൺമെൻറ് ബസ്സിലും സൗകര്യം ലഭ്യമാണ്. ബസ്സിൻ്റെ സമയക്രമം എത്രയെന്ന് ബസ് സ്റ്റാൻഡിൽ നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. 15 രൂപയാണ് ബസ്സിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരിക. എറണാകുളം ജംഗ്ഷൻ കാരയ്ക്കൽ എക്സ്പ്രസ് എറണാകുളത്ത് നിന്നും പുറപ്പെട്ടാൽ നാഗപട്ടണം വരെ 12 മണിക്കൂറും 8 മിനിറ്റുമാണ് എത്തിച്ചേരാൻ വേണ്ട സമയമെടുക്കുന്നത്. എറണാകുളം, ആലുവ, എടപ്പള്ളി, അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, പാലക്കാട് ഭാഗത്തുള്ളവർക്ക് വേളാങ്കണ്ണിയിലേക്ക് യാത്ര പോകുവാൻ ഏറെ അനുയോജ്യമായ ഒരു ട്രെയിനാണിത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ID പ്രൂഫും ആധാർ കാർഡും ബുക്ക് ചെയ്ത ടിക്കറ്റുകളും എടുക്കാൻ മറക്കരുത്. കൂടാതെ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. വേളാങ്കണ്ണിയിലേക്ക് യാത്ര പോകുവാനും അവിടെ നിന്നും തിരിച്ചു വരുവാനുമുള്ള ഈ ട്രെയിനെ സംബന്ധിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഏതെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കല്ലേ. എല്ലാവരെയും വേളാങ്കണ്ണി മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.